ഈ മലയാളം സിനിമയുടെ ഒരു വസന്തകാലം എന്ന് പറയുന്നത് 1975-ൻ്റെയും 85-ൻ്റെയും ഇടയിൽ ഇറങ്ങിയ മൂവീസുകളാണ്. മലയാളം മൂവീസുകളിൽ അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ കിട്ടും. ചില ആളുകൾ 80-90 കിഡ്സൊക്കെ അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. ആ ജോണിലെ ഒരു ഹൊറാർ മൂവി എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ തന്നെ നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു മൂവിയാണല്ലേ. ആ ജോണിൽ ഇറങ്ങിയ ഒരു മൂവിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് 1980 പുറത്തിറങ്ങിയ കലിക എന്ന് പറയുന്ന ഒരു ഹൊറാർ ജോണിലുള്ള ഒരു മൂവി. അപ്പോൾ ആ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, നമ്മളൊരിക്കലും വിചാരിക്കാത്ത ഒരു വ്യക്തിയാണ്. അതായത് ബാലേന്ദ്ര മേനോൻ ആ ഹൊറാർ ടച്ചുള്ള മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആ പടത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് വെച്ചു. അതായത് അന്ന് കുങ്കുമം വാരിക, നമ്മൾ പണ്ട് വാരികകളാണല്ലോ വീക്ക്ലി വരിക. ആളുകളുടെ മെയിൻ എന്താ പറയുക ഒരു സമയം പോക്ക് എന്ന് പറയുന്നത് വാരികൾ വായിക്കുന്നതാണ്. അതായത് കുങ്കുമം, എക്സ്പ്രസ്, മംഗളം, മനോരമ എന്നൊക്കെ പറഞ്ഞ് എക്സെട്ര, മനോരാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതില് കുങ്കുമം വാരികയില് തകർത്തോടിയ ഒരു മാന്ത്രിക നോവൽ ഉണ്ടായിരുന്നു. കലിക എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഒരു ചലച്ചിത്രാവിഷ്കാരമാണ് ഈ കലിക എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അതായത് മോഹനചന്ദ്രന്റെ ഏറ്റവും ഫേമസ് ആയ മാന്ത്രിക നോവലാണ് കലിക എന്ന് പറയുന്നത്. അപ്പൊ കലിക എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുന്ന സമയത്തും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതായത് 1980 പുറത്തിറങ്ങിയ ഈ കലിക എന്ന് പറയുന്ന ഹൊറർ ടച്ചുള്ള ഈ മൂവി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് മറ്റേ ജയന്റിയും ഒക്കെ സൂപ്പർ ഹിറ്റുകൾ നടക്കുന്ന സമയമായിരുന്നു അല്ലേ. ആ സമയത്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചൊരു മൂവിയാണ് കലിക എന്ന് പറയുന്ന മൂവി. യൂട്യൂബിലൊക്കെ എപ്പോഴും കിട്ടും. അത് പുതിയ തലമുറ കണ്ടില്ലെങ്കിൽ ആ മൂവി ഒന്ന് കാണുക, ഒരു അനുഭവം തന്നെയാണ്. ഓക്കെ, ആ സിനിമ ശരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഡയറക്റ്റ് ചെയ്ത ആള് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. നമ്മുടെ ബാലേന്ദ്ര മേനോനാണ്. അതായത് അദ്ദേഹത്തിന്റെ 3ാമത്തെ ഫിലിമാണ് ഈ കലിക പറഞ്ഞ സിനിമ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 23 വയസ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കുങ്കുമം വരിയിൽ വളരെ തകർത്ത് ഓടിയ ഒരു നോവലായിരുന്നു ഈ മോഹനചന്ദ്രന്റെ ഈ കലിക പറഞ്ഞ മൂവി. അപ്പോൾ കലിക പറഞ്ഞ മൂവിയില് ഈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും മറ്റേ മോഹനചന്ദ്രൻ ഈ ബാലേന്ദ്ര മേനോന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ഒരു സിനിമാറ്റിക്കിൽ എടുക്കുന്ന സമയത്ത് നമ്മളെ നോവലിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ സിനിമയിലേക്ക് ആക്കുന്ന സമയത്ത് ആക്കാൻ കഴിയില്ല. അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തല്ലോ സിനിമാറ്റിക് ആക്കുന്ന സമയത്ത്. അതിൽ നോവലില് ക്യാരക്ടറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. മീൻസ് കുറച്ച് ചെറിയ നായകനായ ആളിനെ കുറച്ച് എന്താ പറയാ റോളുകൾ കമ്മിയാക്കിയിട്ട് വേറെ ഒരു കഥാപാത്രത്തിന് നല്ല റോളുകൾ അല്ലെങ്കിൽ കൂടുതൽ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ഒരു 4 കഥാപാത്രങ്ങളാണ്. ഓക്കെ, അതായത് സദൻ പറഞ്ഞ ഒരു ക്യാരക്ടർ, ജമാൽ പറഞ്ഞ ഒരു ക്യാരക്ടർ, സക്കറിയ പറഞ്ഞൊരു ക്യാരക്ടർ, അതുപോലെ ജോസഫ് പറഞ്ഞ ഒരു ക്യാരക്ടർ. 4 കൂട്ടുകാരന്മാര് അവര് പട്ടണത്തെ ഒരുമിച്ച് ഇതാവുകയും അതിൽ കുറച്ചുപേര് അനാഥത്വമൊക്കെ പെടുന്ന ആളുകളാണ്. അവര് ഈ സദൻ പറയുന്ന ക്യാരക്ടർ അത് ശ്രീനാഥ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബ വീടില് ഗ്രാമത്താണ് കുടുംബ വീടെന്ന് പറയുന്നത്. ഗ്രാമീണ പശ്ചാത്തലത്തില് അവിടെ ഒരു പ്രേതബാധയും ഇതെല്ലാം ഉണ്ടായിട്ട് ചെറുപ്പം മുതൽ തന്നെ അവിടേക്ക് നഗരത്തിലേക്ക് വിട്ടാക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള 3 ക്യാരക്ടേഴ്സിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ആ 4 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ശ്രീനാഥ്, മറ്റേ സുകുമാരൻ, അതുപോലെ തന്നെ ബാലൻ കെ നായർ, പിന്നെ വേണു നാഗവള്ളി. അങ്ങനെ 4 ക്യാരക്ടറാണ് അതിലുള്ളത്. ഓക്കെ, അങ്ങനെ അവര് ഒരു പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മെച്യൂർഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ മുതിർന്നതിന് ശേഷം ഈ സദൻ പറയുന്ന ക്യാരക്ടർ, സദൻ പറയുന്നത് ശ്രീനാഥാണ്, വേണുനാഗവള്ളിയാണ് കേട്ടോ. വേണുനാഗവള്ളിന്റെ അവിടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അവിടേക്ക് വിളിക്കുകയാണ്. കുറെ കാലമല്ലേ പോയിട്ട്, അപ്പോൾ കുട്ടി വരണം, ഇവിടെ വീട് വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ 4 പേര്, ഈ മറ്റേ സുകുമാരൻ, മറ്റേ ശ്രീനാഥ്, ആ ശ്രീനാഥിന്റെ റോള് സക്കറിയ പറഞ്ഞ ഒരു ക്യാരക്ടറാണ് കേട്ടാ. മറ്റേ ബാലയ്ക്ക് നേര്, മറ്റേ വീടുന്നാവുള്ളി, അങ്ങനെ 4 പേരും കൂടിയിട്ട് അവിടേക്ക് വരികയാണ്. മീൻസ് ഈ സദൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണുനാവളിയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ നടക്കുന്ന അസാധാരണ പ്രശ്നങ്ങളാണ് ഈ പടം ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടെയുള്ള അശരീരികളും അല്ലെങ്കിൽ അവിടെയുള്ള ദുർമരണങ്ങളും, ഏകദേശം 9-ലേറെ മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മങ്കാവ് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ അടുത്ത് കൂടെ ജനങ്ങളൊന്നും പോവാറില്ല, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. ആ സമയത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ അമ്മങ്കാവിന്റെ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ദുരൂഹ മരണം ഉറപ്പാണ്. ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് കേട്ടാ. ഒരാള് ഒരു കള്ള് ഷാപ്പിൽ വെച്ചിട്ട് അമ്മങ്കാവിന്റെ അതിൽ കൂടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട്, അസീസാണ് ക്യാരക്ടർ. അമ്മങ്കാവിന്റെ അതിൽ കൂടെ പോകുന്ന സമയത്ത്, രാത്രി പോകുന്ന സമയത്ത് ഒരു മരണം സംഭവിക്കുന്നതാണ് പടം ഇൻട്രോ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ ഇപ്പൊ പോലും അത് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മൂവിയാണ്. ഓക്കെ, അതാണ് ഞാൻ ആ പടം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ശരിക്കും രാത്രി ഒരു 10 മണിക്ക് ശേഷം ഈ പടം കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അതായത് ഈ കലിക പറയുന്ന മൂവി. അങ്ങനെ ഈ 4 പേര് അവിടെ വന്നതിന് ശേഷം അതിലൊരു ക്യാരക്ടറാണ് സുകുമാരൻ്റെ ജോസഫ് പറയുന്ന ഒരു ക്യാരക്ടർ. അത് എന്താ പറയുക, ആ പടത്തിനെ ശരിക്കും ലീഡ് ചെയ്തത് അല്ലെങ്കിൽ രസകരമാക്കിയത് ഈ സുകുമാരൻ്റെ ക്യാരക്ടറാണ്. അതായത് ഈ മോഹനേന്ദ്രന്റെ നോവലില് അതിൽ ശരിക്കും നായകൻ എന്ന് പറയുന്നത് മറ്റേ സദൻ എന്നുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ വേണുനാഗവളിയുടെ ഒരു ക്യാരക്ടറാണ്. അതിനെ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ക്യാരക്ടറെ കൂടുതൽ ഇതാക്കിയത് വേണുനാഗവളി മറ്റേ സുകുമാരന്റെ ക്യാരക്ടറാക്കി. ഓക്കെ, സുകുമാരൻ എന്ന് പറയുന്നത് ഈ 3 പേര് വളരെ ഇതായിട്ടിരിക്കുന്ന ആളുകളാണ്. മീൻസ് വളരെ നാടൻ ഇതായിട്ട് നിന്നെങ്കിലും സുകുമാരൻ എന്ന് പറയുന്നത് വളരെ സ്ത്രീലേപടനായിട്ട്, എന്താ പറയുക, വളരെ വിനോദത്തിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളായിട്ടാണ്. ഓക്കെ, അദ്ദേഹം വന്നിട്ട് ബാക്കി 2.5 മണിക്കൂർ തകർത്താടുന്ന ഒരു മൂവിയാണ്. കൂട്ടുകാരന്മാർ എല്ലാവരും ഉണ്ട്, എല്ലാവരും തുല്യ കഥാപാത്രങ്ങളാണ്, തുല്യ ക്യാരക്ടേഴ്സാണ്. പക്ഷെ സുകുമാരന് അതിൽ കൂടുതൽ റോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാകാത്തത് തിക്തമായ അനുഭവങ്ങളെയാണ് ഞാൻ ആ ചിത്രത്തിൽ നേരിട്ടത്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലോക റെക്കോർഡ് തന്ന പടമാണ് 3ാമത്തെ ചിത്രം കലിക. എന്താ ലോക റെക്കോർഡ് എന്ന് വെച്ചാൽ, ഒരു സിനിമ അതിൻ്റെ സംവിധായകന്റെ പേരില്ലാതെ ആദ്യമായിട്ട് പ്രദർശനമെത്തുന്നത് മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ ലോക സിനിമയിലോ ഒരുപക്ഷെ ആദ്യത്തെ സിനിമ, ഒരുപക്ഷെ ആദ്യത്തെ അവസാനത്തെ സിനിമ കലികയായിരിക്കും. അതായത് ഈ മറ്റേ സദന്റെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ ഈ കഥ പുരോഗമിക്കുന്നത്. അവിടെ പ്രേതബാധയും അല്ലെങ്കിൽ ദുരൂഹ മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ പ്രദേശത്ത്, ഈ അമ്മങ്കാവ് പറഞ്ഞ പ്രദേശം. അപ്പോൾ ഈ സദൻ എന്ന് പറയുന്ന ക്യാരക്ടർ, സദൻ എന്ന് പറഞ്ഞാൽ വേണുനാഗവള്ളി, ഇപ്പോൾ 4 പേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഈ സദന്റെ വീട്ടിൽ. വേണുനാഗവള്ളി, ബാലയ്ക്ക് നേര്, സുകുമാരൻ, ശ്രീനാഥ് സക്കറിയ പറയുന്ന ക്യാരക്ടറാണ്. അതായത് കുറച്ച് മന്ത്രവാദമൊക്കെ അറിയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് മാറ്റാൻ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് ഇവരെ. ഓക്കെ, അങ്ങനെ ഈ അമ്മങ്കാവിന്റെ അതിൽ കൂടെ പോകുന്ന സമയത്ത് പല സുകുമാരൻ ഭട്ടതിരിയിലാണല്ലോ പരിപാടി. ഇപ്പൊ അവിടെ ഉള്ള കുളി സീനുകളും അല്ലെങ്കിൽ അവിടെ ചെറിയ പെണ്ണ് വിഷയത്തിലൊക്കെ വളരെ ഗംഗേമമായിട്ട് നടത്തുന്ന ഒരു ക്യാരക്ടറാണ് സുകുമാരൻ പറയുന്നത്. അപ്പൊ സുകുമാരൻ ഒരിക്കൽ അമ്മങ്കാവിന്റെ അതിൽ കൂടെ പോണ്ടെന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം അവിടുന്ന് പല പ്രേതാനുഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മന്ത്രത്തകിട് ഈ സദന്റെ വീട്ടിൽ നിന്ന് കിട്ടുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ സംസ്കൃതം പഠിച്ച ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ നാട്ടിൽ ആരാണ് സംസ്കൃതം പഠിച്ചത് എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് മറ്റേ ക്യാരക്ടർ ടൈറ്റിൽ റോളിലെ കലിക എന്ന് പറയുന്ന ഒരു ടീച്ചർ, കലിക എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അവർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട്
മീൻസ് സുകുമാരനും ഈ സദൻ പറയുന്ന മറ്റേ സക്രിയ പറഞ്ഞ ക്യാരക്ടറായ ശ്രീനാഥും കൂടിയിട്ട് ഈ കലികന്റെ വീട്ടിൽ പോവാണ്. കലിക പറയുന്നത് ഷീലയാണ്. ഷീലന്റെ ഭയങ്കര മാതക ഒരു ഇതാണ് കേട്ടോ. ഇന്നത്തെ ഷീലയല്ല, അന്നത്തെ ഷീലയെന്ന് ആലോചിച്ച് നോക്കണം. 80-ൽ തരംഗമായ സമയത്ത് ശരമഞ്ജലിയൊക്കെ ഇറങ്ങിയ ടൈമാണ്. ശരമഞ്ജലിയൊക്കെ ഇറങ്ങിയതിന് ശേഷമുള്ള പടമാണ്, മൂവിയാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു അസാധാരണത്വം കാണുകയും അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കും ഒരു മന്ത്രത്തേട് കിട്ടിയത്. പിന്നീട് ഈ എന്താ പറയാ ഇവളിലൂടെ അല്ലെങ്കിൽ ഷീലയിലൂടെയാണ് ആ ക്യാരക്ടർ പുരോഗമിക്കുന്നത്. ഓക്കെ, പിന്നീട് അവിടെ ഫുൾ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തുന്ന ഒരു ഇതാണ്. സുകുമാരൻ എന്ന് പറയുന്നത് ആളൊരു ചെറിയതിലൊരു എത്തിയിസ്റ്റ് പോലത്തെ ഒരു ക്യാരക്ടറാണ് സുകുമാരൻ എന്ന് പറയുന്നത്. അദ്ദേഹം മറ്റേ ഇവിടെ വീഴ്ത്തുക മീൻസ് എന്താണ് ടീച്ചർ ഈ കലിക പറയണ ആ ക്യാരക്ടറിന്റെ ദുരൂഹത എന്താണെന്ന് അന്വേഷിക്കാൻ പോവുകയും പിന്നീട് വളരെ സംഭവ ബഹുലമായ ഒരു കഥയാണ്. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക ആ പടം. കാരണം ഒരു ഒന്നൊന്നര പടമാണ്. മീൻസ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന 100% ഗ്യാരണ്ടി. ഓക്കെ, ഇന്ന് പോലും ഒരു 45 വർഷമായിട്ടുണ്ടാവും അത് ഇറങ്ങിയിട്ട്. ഇപ്പോഴും അത് നമ്മളെ കോരിത്തെരിപ്പിക്കും പറയുമ്പോൾ ആ മൂവിയുടെ വാല്യൂ ആലോചിച്ച് നോക്കി. ആ മൂവി എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ബാലേന്ദ്ര മേനോൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിൽക്കാലത്ത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ കലിക പറയുന്ന ക്യാരക്ടറെ ഈ സുകുമാരനെ കൊല്ലും. പിന്നെ അതിനുശേഷം എന്താ പറയാ ഈ കലികനെ തളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു 20-21 വർഷം മറ്റേ ഈ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അവര് റേപ്പ് ചെയ്താൽ മാത്രമേ ഈ ഇവളുടെ ദിവ്യത്വം നഷ്ടപ്പെടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ അതിനുവേണ്ടി റെഡിയായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ എന്താ പറയാ ബാലയ്ക്ക് നേർ പറഞ്ഞ ഒരു ക്യാരക്ടർ. ഓക്കെ, ഇപ്പൊ ബാലയ്ക്ക് നേരെ കുറിച്ച് നമുക്ക് അറിയാലോ. വളരെ രസകരമായ ആ സിനിമ സെറ്റിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഈ വേണുനാഗവള്ളിയുടെ വീട്ടില്, വേണുനാഗവള്ളിയുടെ ക്യാരക്ടർ സദൻ പറയുന്ന ക്യാരക്ടർ. വേണുനാഗവള്ളിയുടെ വീട്ടിലേക്ക് അവിടെ നഗരത്തിലുള്ള 3 ഫ്രണ്ട്സ്, അപ്പൊ ടോട്ടൽ 4 പേര് വരുന്ന രംഗങ്ങളും പിന്നെ അവിടെ അരങ്ങേറുന്ന വളരെ ഹൊറാർ ടച്ചുള്ള പല സംഭവ വികാസങ്ങളാണ് ഇതിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേണുനാഗവള്ളി, ശ്രീനാഥ്, മറ്റേ സുകുമാരൻ, മറ്റേ ബാലയ്ക്കുന്നേര്, 4 ക്യാരക്ടറുകൾ. അപ്പോൾ ഈ പ്രേതബാധയൊക്കെയുള്ള വീടും പ്രേതബാധയുള്ള പരിസരമൊക്കെ ആയതുകൊണ്ട് അതിലെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ മന്ത്രച്ചാരടൊക്കെ കെട്ടിയതിന് ശേഷം വീട്ടിൽ തന്നെ ഇരിക്കണം എന്നാണ് അവരുടെ ഒരു നിബന്ധന. നമ്മുടെ സുകുമാരൻ പറഞ്ഞ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആള് വളരെ സ്ത്രീലപടനായ ഒരു ക്യാരക്ടറാണ്. അപ്പൊ മൂപ്പര് ഇവിടേക്ക് വന്നത് തന്നെ ഒരു എത്തിയിസ്റ്റാണ് മൂപ്പര്. അപ്പോൾ അതില് ഒരു നിരീശ്വരവാദിയായിട്ടാണ്. പിന്നെ തന്ത്രമൊക്കെ ഓരോ പൊച്ചത്തോടെ കാണുന്ന ആളാണ് ഈ സുകുമാരന്റെ ക്യാരക്ടർ. അപ്പോൾ സുകുമാരൻ ഈ ഇവിടേക്ക് വന്നത് തന്നെ ഗ്രാമത്തിൽ ഗ്രാമീണ ഭംഗിയുള്ള നല്ല പെമ്പിള്ളേരും ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കുളിസീനും അത്യാവശ്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ വേഗം പെമ്പിള്ളേരെ കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് സുകുമാരൻ വന്നിരിക്കുന്നത്. അപ്പോൾ സുകുമാരൻ അടുത്ത് എല്ലാവരും പറയും സ്ട്രിക്റ്റ് ആയിട്ട്, അതായത് നീ 6 മണിക്ക് ശേഷം പോകാൻ നിൽക്കണ്ട, ഒറ്റയ്ക്ക് നടക്കരുത് എന്നൊക്കെ പറയും. സുകുമാരൻ എന്തൊക്കെ അവഗണിച്ചിട്ട് സുകുമാരന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അതും വെച്ച് സുകുമാരൻ അടിച്ച് പൊളിക്കും, 1 man ഷോ പോലെ പോവും. അപ്പം ഈ 6 മണിക്ക് ശേഷം പോണ്ടെന്ന് പറഞ്ഞാൽ സുകുമാരൻ അത് ചെയ്യുള്ളൂ. അങ്ങനെ സുകുമാരൻ ഈ ഇവളുടെ എന്താ പറയാ അതിലെ കലിക പറയുന്ന ക്യാരക്ടറിന്റെ അവിടെ എത്തിച്ചേരുകയും, കലിക പറയുന്ന ടീച്ചറെ കുറച്ച് മന്ത്രവാദവും മറ്റേ ഹൊറാർ ഇതൊക്കെ ഉള്ള ഒരു ടീച്ചറാണ് ഷീല. അപ്പൊ ഷീല ഇവൻ നിരീശ്വരവാദിതും. അപ്പൊ അവള് ഒരു ഭാഗത്ത് സദാചാരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് സുകുമാരൻ ജീവിതം അടിച്ചു പൊളിക്കുന്നതിനെ കുറിച്ചുള്ള സംഭാഷണ രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വേറെ ലെവല് തന്നെയാണ്. അതായത് കലികയുടെ കയ്യിൽ നിന്ന് സുകുമാരൻ മരിക്കുമല്ലോ, മരിച്ചതിന് ശേഷം ഈ കലികന്റെ മന്ത്രശക്തികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു 21 വർഷത്തോളം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഒരു ക്യാരക്ടറെ അവളെ റേപ്പ് ചെയ്താൽ മാത്രമേ ഈ കലികന്റെ ശക്തി കുറയുള്ളൂ എന്ന് മറ്റേ മന്ത്രവാദി പറയും. അപ്പൊ അതിനു വേണ്ടി നിർത്തിയിരിക്കുന്ന ബാലയ്ക്ക് നേരെ പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ആ സെറ്റില് ഉണ്ടായ ഒരു അനുഭവം നമ്മൾ ബാലേന്ദ്രൻ പറഞ്ഞത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാട്ടോ. അതിന് ആവശ്യം ബ്രഹ്മചാരി ഒരാളാണ്, അതിന് കറക്റ്റായിട്ട് നിർത്തിക്കാൻ പറ്റില്ല.
ഓക്കെ. അതായത് ഈ ബാലയ്ക്ക് ഒരു സീനില് ഒറിജിനലായിട്ട് അഭിനയിക്കുമല്ലോ, അതായത് നമ്മൾ പറഞ്ഞ സീനിനേക്കാൾ കുറച്ച് കൂടുതൽ അഭിനയിക്കും. എന്നാൽ ആ ക്യാരക്ടറാണ് സന്നിവേശിപ്പിക്കും. അതായത് അതില് ഈ ഷീലയാണ് കലിക എന്ന് പറയുന്ന ഒരു ഭൂതപ്രേതങ്ങളെയൊക്കെ ആവാഹിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ടീച്ചറായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവളുടെ ദാസനായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് ടി പി മാധവൻ. അപ്പൊ ടി പി മാധവൻ ഒരു ചട്ടുകാരനായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹവും ഈ ബാലയ്ക്കുന്നേരും തമ്മിലുള്ള ഒരു സംഘടന സീനുണ്ട്. ആ സംഘടന സീനിൽ ബാലയ്ക്കുന്നേരിന് ഭയങ്കര ആവേശമായിട്ട് ഇയാളുടെ ഒറിജിനലായിട്ട് മറ്റേ അടിച്ച് ചവിട്ടി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് ഷീലന്റെ ഒരു ആയ കണ്ടിട്ട്, ഷീലിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന, ഷീലിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ആയ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാലയ്ക്കുന്നേരിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഈ ഷീലിനെ കൊണ്ട് പിരിയേറ്റി. ഇതാ കാരണം പറഞ്ഞാൽ അവസാനം സീൻ എടുക്കുന്നത് മറ്റേ അതിൽ ബലാത്സംഗം കൊണ്ടൊന്നും ഈ ആയക്ക് അറിയാം. മറ്റേ ബാലയ്ക്കുന്നേരെന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് ആളെ ആക്ട് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേക ശക്തിയാണ്. അപ്പോൾ അവിടെ പോയി ആള് പിരിയേറ്റി വിട്ടു. അതായത് ബാലയ്ക്കുന്നേരിന്റെ ബലാത്സംഗം സീനില് ആള് കട്ടുപറഞ്ഞ നിർത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷീല വെടിച്ച് കിളിമുറിയിരിക്കുന്ന ടൈമാണ്. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതിലൊരു ഹൈലൈറ്റ് ആയിരുന്നു. മറ്റേ ഈ കലികന്റെ ശക്തിയൊക്കെ ചോർത്തി കളയുന്ന ഒരു രംഗമാണ് ഈ ബലാത്സംഗം എന്ന് പറയുന്നത്. ബലാത്സംഗത്തിന് മറ്റേയാള് രാവിലെ മുതൽ നല്ല ആവേശത്തിൽ നിൽക്കുക ബാലയ്ക്കുന്നേര്. അവസാനം ആ സീനൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ പറയാ, കട്ട് പറഞ്ഞിട്ടും നമ്മുടെ ബാലയ്ക്കുന്നേര് നല്ല എന്താ പറയാ മരണ ആക്ടിങ് ആണെന്നാ പറഞ്ഞത്. ലാസ്റ്റ് ഷീല നിലവിളിച്ചിട്ട് ലാസ്റ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ പറഞ്ഞ് പിടിച്ച് ഹരിച്ചിട്ടാണ് ആള് ആ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്നത് നമ്മുടെ ബാലയ്ക്കുന്നേര്. അങ്ങനെ ഒരു അനുഭവങ്ങള്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ. പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ കലിക പറഞ്ഞ മൂവി ഇനിയും മറ്റേ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. അപ്പൊ കണ്ടിട്ട് നിങ്ങൾ അന്ന് അർത്ഥം ഒന്ന് ഇത് പറയട്ടാ, അഭിപ്രായം പറയും. ഓക്കെ. അതായത് ഈ ഹൊറർ ജോണ്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ മൂവി ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.